നമസ്കാരം. ജാതക കഥകളിലെ 98ാമത്തെ കഥ എലിയിലൂടെ വന്ന ഭാഗ്യം. ബ്രഹ്മദത്തൻ കാശിയിലെ രാജാവായിരിക്കുന്ന കാലം. അവിടെ ബോധിസത്വൻ ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ മകനായി ജനിച്ചു. സമർത്ഥനും ബുദ്ധിമാനുമായിരുന്നു ആ കുട്ടി. യുവാവായതോടെ അവൻ രാജകൊട്ടാരത്തിലെ തട്ടാനായി നിയമിക്കപ്പെട്ടു. ശകുനങ്ങളും നിമിത്തങ്ങളും നോക്കി ഭാവി ഫലം പറയാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം രാജകൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഒരു എലി ചത്തുകിടക്കുന്നത് കണ്ടു. അപ്പോഴത്തെ ഗ്രഹനില കണക്ക് കൂട്ടിയിട്ട് അദ്ദേഹം സ്വയം പറഞ്ഞു, നല്ല കുടുംബത്തിൽ ജനിച്ച ബുദ്ധിയും വിവേകവുമുള്ള ചെറുപ്പക്കാരാരെങ്കിലും ഇപ്പോൾ ഈ എലിയെ എടുത്താൽ അവൻ്റെ ഭാഗ്യം തെളിയും, ജീവിതമാർഗമുണ്ടാകും, നല്ല ഭാര്യയെയും ലഭിക്കും. പണിയൊന്നുമില്ലാതെ അലഞ്ഞു നടന്ന ഒരു യുവാവ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടു. അയാൾ വിചാരിച്ചു, ഈ മനുഷ്യൻ പറയുന്നതിൽ കാര്യമുണ്ടായിരിക്കും, എന്തായാലും ഒന്ന് പരീക്ഷിക്കുക തന്നെ. അയാൾ എലിയെയും എടുത്തുകൊണ്ട് നടന്നു. ഒരു മദ്യശാലക്കാരൻ പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കാനായി ഒരു ചില്ലിക്കാശിന് ആ എലിയെ വാങ്ങി. യുവാവ് ആ ഒരു ചില്ലിക്കാശിന് ശർക്കര വാങ്ങി. അതും ഒരു കുടം വെള്ളവുമായി വഴിവക്കിലിരുന്നു. വനത്തിൽ നിന്ന് പൂക്കൾ ശേഖരിച്ചു കൊണ്ടുപോകുന്നവർ ആ വഴി വന്നു. ക്ഷീണിതരായ അവർക്ക് ഒരു പൊട്ട് ശർക്കരയും കുടിക്കാൻ വെള്ളവും കൊടുത്തു. സന്തുഷ്ടരായ അവർ അയാൾക്ക് ഓരോ പിടി പൂക്കൾ നൽകി. അത് വിറ്റുകിട്ടിയ കാശുകൊണ്ട് പിറ്റേന്ന് അയാൾ കൂടുതൽ ശർക്കര വാങ്ങി. അങ്ങനെ 2 ദിവസം കൊണ്ട് അയാൾക്ക് 8 കാശ് സമ്പാദ്യമുണ്ടായി. അടുത്തൊരു ദിവസം വലിയ കാറ്റും മഴയും വന്നു. രാജാവിൻ്റെ പൂന്തോട്ടത്തിൽ ഒരുപാട് മരച്ചില്ലകൾ ഒടിഞ്ഞു വീണു. രാജാവ് ഉലാത്താൻ വരുന്നതിനു മുമ്പ് അതെല്ലാം എങ്ങനെ നീക്കം ചെയ്യും എന്ന് വിചാരിച്ച് തോട്ടക്കാരൻ വിഷമിച്ചു. അപ്പോൾ യുവാവ് അവിടേക്കെത്തി. വിറകെല്ലാം വെറുതെ തന്നാൽ പെട്ടെന്ന് തന്നെ പൂന്തോട്ടം വൃത്തിയാക്കിക്കൊള്ളാമെന്ന് അയാൾ ഏറ്റു. തോട്ടക്കാരൻ അത് സമ്മതിച്ചു. അയാൾ അടുത്തുള്ള മൈതാനത്തിൽ കളിച്ചു കൊണ്ടിരുന്ന കുട്ടികളെ വിളിച്ചു. കമ്പും ചുള്ളിയും ഇലയും എല്ലാം പെട്ടെന്ന് പെറുക്കി മാറ്റിയാൽ ശർക്കര കൊടുക്കാമെന്ന് പറഞ്ഞു. കുട്ടികൾ ഉത്സാഹത്തോടെ അതെല്ലാം പെറുക്കി ഒരിടത്ത് കൂട്ടി. അയാൾ ആ വിറക് വിറ്റു. 16 കാശും 5 ഭരണികളും ഏതാനും പാത്രങ്ങളും കിട്ടി. അടുത്ത ദിവസം അയാൾ നഗരഗോപുരത്തിൻ്റെ അടുത്തെത്തി. ആ പാത്രങ്ങളിലെല്ലാം വെള്ളം നിറച്ച് വഴിവക്കിൽ കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ 500 പുല്ലരിയുന്ന ആൾക്കാർ തലയിൽ പുൽക്കട്ടുകളുമായി വന്നു. അയാൾ അവർക്കെല്ലാം കുടിക്കാൻ വെള്ളം കൊടുത്തു. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ പകരം എന്ത് വേണമെന്നായി അവർ. സഹായം വേണ്ടപ്പോൾ പറഞ്ഞുകൊള്ളാം, അപ്പോൾ സഹായിച്ചാൽ മതി എന്ന് പറഞ്ഞ് അയാൾ അവരെ യാത്രയാക്കി. അതിനിടെ ഒരു കച്ചവടക്കാരൻ അയാളോട് പറഞ്ഞു, നാളെ ഈ പട്ടണത്തിൽ ഒരു കുതിര കച്ചവടക്കാരൻ 500 കുതിരകളെ വിൽക്കാൻ കൊണ്ടുവരും. ഇതറിഞ്ഞ യുവാവ് നേരെ പുല്ലരിയുന്ന ആൾക്കാരെ കണ്ടു. അയാൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കാമെന്ന് ഏറ്റിരുന്നില്ലേ? ഇപ്പോഴാണ് എനിക്ക് ആ സഹായത്തിൻ്റെ ആവശ്യം. നാളെ നിങ്ങളെല്ലാവരും എനിക്ക് ഓരോ കെട്ട് പുല്ല് തരണം. മാത്രമല്ല എൻ്റെ പുല്ലെല്ലാം വിറ്റിട്ടേ നിങ്ങളുടെ പുല്ല് വിൽക്കാവൂ. അവർ അത് സമ്മതിച്ചു. 500 കെട്ട് പുല്ല് അയാൾക്ക് എത്തിച്ചു കൊടുത്തു. മറ്റെങ്ങു നിന്നും പുല്ലു കിട്ടാതെ വന്നപ്പോൾ കുതിര കച്ചവടക്കാരൻ അയാളുടെ പക്കൽ നിന്നും 1000 നാണയങ്ങൾ നൽകി പുല്ലെല്ലാം വാങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കച്ചവടക്കാരനായ സ്നേഹിതൻ ഒരു വിവരം അറിയിച്ചു. നാളെ നിറയെ ചരക്കുമായി വലിയൊരു കപ്പൽ തുറമുഖത്തെത്തും. അത് കേട്ടപ്പോൾ യുവാവിന് മറ്റൊരാശയം തോന്നി. അയാൾ ഒരു നല്ല കുതിരവണ്ടി വാടകയ്ക്കെടുത്തു. ആ വണ്ടി നന്നായി അലങ്കരിച്ചു. ചില പരിചാരകരെയും കൂട്ടി വലിയ കച്ചവടക്കാരൻ്റെ പ്രൗഢിയിൽ തുറമുഖത്തെത്തി. കപ്പൽ അപ്പോൾ വന്നതേയുള്ളൂ. തൻ്റെ മുദ്രമോതിരം ഈടുകൊടുത്ത് അയാൾ ആ ചരക്ക് മുഴുവൻ കടമായി വാങ്ങി. എന്നിട്ട് അടുത്ത് തന്നെ ഒരു കൂടാരം കെട്ടി അവിടെ ഇരുന്നു. വാതിൽക്കൽ നിന്ന പരിചാരകരോട് കച്ചവടക്കാരാരെങ്കിലും കാണാൻ വന്നാൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് തൻ്റെ മുന്നിലേക്ക് വിടാവൂ എന്ന് നിർദ്ദേശം കൊടുത്തു. കപ്പൽ വന്ന വിവരം കേട്ടറിഞ്ഞ് 100 കച്ചവടക്കാർ അവിടെ എത്തി. വലിയൊരു കച്ചവടക്കാരൻ ചരക്കെല്ലാം മൊത്തമായി വാങ്ങിയ വിവരമാണ് അവരറിഞ്ഞത്. കച്ചവടക്കാരെല്ലാം യുവാവിൻ്റെ കൂടാരത്തിനടുത്തെത്തി. പരിചാരകർ ഓരോരുത്തരെയായി അകത്തേക്ക് വിട്ടു. അകത്തു നിന്ന കച്ചവടക്കാരനോട് മുൻകൂർ പണം വാങ്ങിക്കൊണ്ട് അയാൾ ഓരോ പങ്ക് ചരക്ക് നൽകി. അങ്ങനെ കപ്പൽക്കാരുമായി പറഞ്ഞുറപ്പിച്ച വിലയുടെ ഇരട്ടിപ്പണം അയാളുടെ കയ്യിൽ കിട്ടി. കപ്പൽക്കാരുടെ തുക കൊടുത്തു കഴിഞ്ഞപ്പോൾ 20,000 പൊൻപണം അയാൾക്ക് ലാഭം ശേഷിച്ചു.
ഇത്രയേറെ ധനം കയ്യിൽ കിട്ടിയപ്പോൾ ആ യുവാവ് തനിക്ക് വഴികാട്ടിത്തന്ന ഗുരുവിനെ ഒന്ന് കാണണമെന്ന് തോന്നി. അയാൾ 10,000 പൊൻപണങ്ങളുമായി തട്ടാൻ്റെ അടുത്തെത്തി. ഇത്രയേറെ ധനവുമായി വന്ന യുവാവിനെ കണ്ട് സ്വർണ്ണപ്പണിക്കാരൻ അത്ഭുതപ്പെട്ടു. അയാൾ ചോദിച്ചു, "നിനക്ക് പെട്ടെന്ന് ഇത്രയും ധനം എവിടുന്ന് കിട്ടി?" "അങ്ങയുടെ ഉപദേശം കേട്ടതുകൊണ്ടാണ്." എന്നിട്ട് യുവാവ് നടന്ന കഥയെല്ലാം പറഞ്ഞു. അവൻ്റെ കഴിവിൽ സ്വർണ്ണപ്പണിക്കാരന് വലിയ മതിപ്പ് തോന്നി. അദ്ദേഹം തൻ്റെ മകളെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. തൻ്റെ പിൻഗാമിയായി അയാളെ തന്നെ നിയോഗിക്കുകയും ചെയ്തു. നന്ദി.